സ്വർഗവാണിയുടെ മനോഹരമായ ഒരു എപ്പിസോഡിലേക്ക് ഏവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഒരു പിടി നല്ല ഗാനങ്ങളുമായി വീണ്ടും സ്വർഗവാണി നിങ്ങളുടെ മുൻപിൽ എത്തിയിരിക്കുകയാണ്. ഒട്ടും സമയം കളയാതെ തന്നെ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഫോണുകളെടുത്ത് ഞങ്ങളെ വിളിച്ചു തുടങ്ങുക. നമ്മുടെ ഫസ്റ്റ് കോളർ ലൈനിലുണ്ട്. എടുത്തതിന് ശേഷം തിരികെ വരാം. ഹലോ, സ്വർഗവാണിയിലേക്ക് സ്വാഗതം. ഇതാരാ വിളിക്കുന്നത്? ഇത് ഞാൻ പൊടിയമ്മയിൽ നിന്നാണ് വിളിക്കുന്നത്. പൊടിയമ്മ, എവിടുന്നാ ആന്റി വിളിക്കുന്നത്? ഞാൻ കൊട്ടാരക്കരയിൽ നിന്ന്. ഓക്കെ ആന്റി, വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടിൽ ഞാനും എന്റെ ഹസ്ബൻഡും മോളും മാത്രം. ഓക്കെ, മോൾ എന്ത് ചെയ്യുന്നു? മോള് +2 പഠിക്കുന്നു. ഓക്കെ, നമ്മുടെ പ്രോഗ്രാം കാണാറുണ്ടോ? പ്രോഗ്രാം കാണാറുണ്ട്. ഞാനൊരു പ്രാർത്ഥന ആവശ്യപ്പെട്ട് വിളിച്ചായിരുന്നു. ഓക്കെ ആന്റി, പറഞ്ഞോളൂ. എന്റെ ഹസ്ബൻഡിന് ഇതുപോലെ നവംബർ 8-ാം തീയതി BP കൂടി തലയ്ക്ക് സർജറി ഒക്കെ കഴിഞ്ഞ് 60 ദിവസം കൊണ്ട് ആശുപത്രിയിലൊക്കെ ആയിരുന്നു, വെന്റിലേറ്ററിലൊക്കെ ആയിരുന്നു. ഓക്കെ, ഇപ്പൊ 60 ദിവസം കഴിഞ്ഞ പിന്നെ വീട്ടിലോട്ട് കൊണ്ടുവന്നു. വീട്ടിൽ കിടപ്പ. ആന്റി വിഷമിക്കണ്ട, ദൈവം എത്രയും പെട്ടെന്ന് സൗഖ്യം തരട്ടെ. 48 വയസ്സ്. 48 വയസ്സല്ലേ ആന്റി? കർത്താവ് എത്രയും പെട്ടെന്ന് സൗഖ്യം തരട്ടെ. നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. ആന്റി മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക. ഓക്കെ, ദൈവം നമ്മുടെ അവസ്ഥകളെല്ലാം അറിയുന്നുണ്ട്. നമ്മുടെ എല്ലാ അവസ്ഥകളിലും കർത്താവിന് അറിയാതെ ഇരിക്കത്തില്ല. അപ്പം ഇങ്ങനെ കടന്ന ശരീരത്തിന്റെ പുറേ ഒരു ചെറിയ മുറിവുണ്ട്. ഓക്കെ, ഞങ്ങൾക്ക് മനസ്സിലായി ആന്റിയുടെ ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് മനസ്സിലായി. എന്തായാലും ഞങ്ങൾ പ്രാർത്ഥിക്കാം. കർത്താവ് എത്രയും പെട്ടെന്ന് സൗഖ്യം കൊടുക്കട്ടെ. നമ്മളെ കാണുന്ന പ്രേക്ഷകരെല്ലാവരും പ്രാർത്ഥിക്കും കേട്ടോ. ജോയ്മോൻ. ഓക്കെ, അപ്പം ധൈര്യമായിട്ടിരിക്കുക. നെക്സ്റ്റ് ടൈം ഞങ്ങളെ വിളിക്കുമ്പോൾ ആൻറ്റി എൻ്റെ ഹസ്ബൻഡ് സുഖമായി എന്ന് പറയാനായിട്ട് ഒരു അനുഭവം സാക്ഷ്യം പറയാൻ ദൈവം ഇടവരുത്തട്ടെ. ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അപ്പം ഞങ്ങൾ പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരും പ്രാർത്ഥിക്കും. ധൈര്യമായിട്ടിരിക്കുക കേട്ടോ. പഴയതുപോലെ തിരിച്ചു വരാൻ ആന്റി ഒന്നും കൊണ്ടും ഭാരപ്പെടണ്ട, പ്രാർത്ഥിക്കുക. അതെ, നീതിമാന്റെ പ്രാർത്ഥന രോഗിക്ക് സൗഖ്യമെന്ന ബൈബിള് പറയുന്നത്. അപ്പം നമ്മൾ പ്രാർത്ഥിക്കുക, കർത്താവ് സൗഖ്യം തരും. ഒരു ഭൗതിക ഡോക്ടറിനുപരി ദൈവം നമുക്ക് ദൈവം തക്ക സമയത്ത് വിടുതൽ തരും കേട്ടോ. ധൈര്യമായിട്ടിരിക്കുക. വിളിച്ചതിന് ഒത്തിരി നന്ദി ആന്റി കേട്ടോ. ഓക്കെ, ശരി, ഗോഡ് ബ്ലെസ്. അപ്പോൾ നമ്മളെ വിളിച്ചത് പൊടിയമ്മ എന്ന് പറയുന്ന ആൻറ്റിയാണ്. അതെ, അപ്പം നമ്മൾ സിറ്റുവേഷനൊക്കെ നമുക്ക് മനസ്സിലായല്ലോ. അതെ, അദ്ദേഹം വയ്യാതെ കിടക്കുകയാണ്. അപ്പം എത്രയും പെട്ടെന്ന് കർത്താവ് സൗഖ്യം കൊടുക്കേണ്ടതിന് വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും ആ കുടുംബത്തെ വഹിച്ച് പ്രാർത്ഥിക്കാം. പ്രേക്ഷകരോട് ഒരു റിക്വസ്റ്റ്. ജോയ്മോൻ എന്നാണ് പൊടിയമ്മാൻ്റെ ഹസ്ബൻഡിൻ്റെ പേര്. നിങ്ങളെല്ലാവരും ഞങ്ങളുടെ ഈ പ്രോഗ്രാം കാണുന്ന എല്ലാവരും ആ ജോയ്മോൻ എന്നുള്ള പേര് പറഞ്ഞ് തന്നെ പ്രാർത്ഥിക്കുക. അദ്ദേഹത്തിന് എത്രയും പെട്ടെന്ന് ഒരു സൗഖ്യം കർത്താവ് കൊടുക്കട്ടെ. അപ്പം നമുക്ക് ജോയ്മോൻ ആൻഡ് പൊടിയമ്മ ചേച്ചിക്ക് നമുക്ക് നല്ലൊരു പാട്ട് പാടിയിട്ട് തിരികെ വരാം. എത്ര മാധുര്യം
സൗഖ്യദായകനായ കർത്താവ് തൻ്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം നൽകും. വളരെ ഒരു അനുഗ്രഹിക്കപ്പെട്ട പാട്ടാണ്. ഞാൻ വിശ്വസിക്കുന്നു ഞങ്ങൾ ഈ പാട്ട് ഇവിടെ പാടുമ്പോൾ തന്നെ രോഗികളായിരിക്കുന്ന പല ആൾക്കാർക്കും കർത്താവ് സൗഖ്യം നൽകട്ടെ. നിങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥനയിൽ എന്ത് യാചിച്ചാലും അത് നിങ്ങൾക്ക് ലഭിക്കും എന്നാണ് ബൈബിൾ പറയുന്നത്. അപ്പോൾ തിരുവചന പ്രകാരം അങ്ങനെ നമുക്ക് ഉറപ്പ് നൽകുമ്പോൾ ഒരു കർത്താവിൻ്റെ പേരിലുള്ള പാട്ടാണെങ്കിലും ഒരു വാക്യമാണെങ്കിലും അതൊക്കെ പാടുമ്പോഴും പറയുമ്പോഴും അതിൽ നിന്ന് സൗഖ്യം വ്യാപരിക്കും എന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഈ പാട്ട് കേൾക്കുമ്പോൾ തന്നെ രോഗികളായിരിക്കുന്ന എല്ലാവർക്കും ആശ്വാസം ലഭിക്കട്ടെ. നല്ല നല്ല ടെസ്റ്റിമണീസ് അതുമൂലം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ അടുത്ത കോളിലേക്ക് കടക്കുന്നു. ഹലോ, സ്വർഗവാണിയിലേക്ക് സ്വാഗതം. ഇതാരാണ് വിളിക്കുന്നത്? എന്റെ പേര് റോസമ്മ. ഞാൻ പത്തനംതിട്ട ജില്ലയിലാ. റോസമ്മ, പത്തനംതിട്ട. ആൻറ്റി, എന്തുകൊണ്ട് വിശേഷം പത്തനംതിട്ടയിലൊക്കെ? വിശേഷം പത്തനംതിട്ടയിലൊക്കെ ചൂടില്ലേ ഇപ്പോഴേ. ഓക്കെ, റോസമ്മയുടെ വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടില് ഞാനും ഇപ്പൊ ഹസ്ബൻഡിനേ ഉള്ളൂ. മക്കളൊക്കെ? 2 മക്കളുണ്ട്. മോള് രണ്ടുപേരുടെ കല്യാണം കഴിഞ്ഞതാ. ഓ, ശരി ശരി. മോള് പിന്നെ ഏറ്റുമാനൂര്, മോന് വെളിയില, മോനും മരുമോളും. ഓ ശരി ആൻറ്റി. ഓക്കെ, സിസ്റ്ററുടെ പേരെന്നാ? എൻ്റെ പേര് ഫേബ. ഇത് കാണുന്ന ഈ പ്രോഗ്രാം സ്ഥിരമായിട്ട് ഉള്ളപ്പോഴെല്ലാം ഞാൻ വീട്ടിലുള്ളപ്പോഴെല്ലാം കാണും കേട്ടോ. ഓ ശരി. എന്റെ കൂടെ ഇരിക്കുന്ന ആള് എബി. എനിക്ക് ഒത്തിരി സന്തോഷമുള്ളത്. ഓക്കെ, ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം. ഇങ്ങനെ ചിരിച്ചുകൊണ്ടുള്ള മറുപടിയൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. ഞങ്ങളെ സ്നേഹിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ വളരെ സന്തോഷം. കഴിഞ്ഞ ദിവസം ഞായറാഴ്ച ഞാൻ പള്ളിയിൽ ആരാധന ഇല്ലായിരുന്നു, അതുകൊണ്ട് ഇവിടെ നിന്ന് കേട്ടായിരുന്നു. ഓ ശരി ശരി. അപ്പൊ ആന്റി എവിടുന്നെല്ലാം വിളിക്കുന്നത്, അത് കേൾക്കാൻ തന്നെ ഒരു വലിയ സന്തോഷമല്ലേ. അതെ അതെ അതെ. അപ്പൊ നല്ലൊരു പാട്ട് ഞങ്ങൾക്ക് വേണ്ടി പാടാവോ? എന്തോ നല്ലൊരു പാട്ട് പാടാമോ? ഓ ഇപ്പൊ ചൂടൊന്നും ഇവിടെ കിടക്കുമായിരുന്നു. ഓ ശരി ശരി. കാലിന്റെ മുട്ടിന്റെ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞിരിക്കുക. ആഹാ. ഓക്കെ ആന്റി, എന്തായാലും ദൈവസൗഖ്യം നൽകട്ടെ. 14 വർഷം കൊണ്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാം കേട്ടോ. അപ്പൊ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, കർത്താവ് സൗഖ്യം തരും. ഞങ്ങൾ ഇന്ന് പാട്ട് കർത്താവ് തരുന്ന അതുകൊണ്ടല്ലേ ഇങ്ങനെ സന്തോഷമായിട്ട് ഇരിക്കുന്നത്. അതെ അതെ, നമ്മുടെയൊക്കെ പ്രത്യാശ അത് മാത്രമേ ഉള്ളൂ. പ്രാർത്ഥന കൊണ്ടല്ലേ. അതെ, ഒത്തിരി കൂടുതലായിരുന്നു കേട്ടോ, മുട്ടെല്ലാം പൊടിഞ്ഞു കിടക്കുമായിരുന്നു. അപ്പൊ ആ സമയത്തൊക്കെ ഇന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കും, കർത്താവ് അന്നേരം അതിനുള്ള മറുപടി തരുമായിരുന്നു. അതെ, ഇനിയും ആ ഒരു പ്രത്യാശയോടെ തന്നെ മുൻപോട്ട് പോകും, കർത്താവ് സൗഖ്യം തരും. മുൻപോട്ട് അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൽ ഭയങ്കര സാക്ഷ്യത്തിന്റെ ഉടമകൾ. അത് ഒരു ദിവസമോ ഒരാഴ്ചയോ പറഞ്ഞാലും തീരത്തില്ല. അതുപോലെ ഞങ്ങള് രണ്ടുപേരും മുഖാമുഖം കണ്ട സമയങ്ങളുണ്ട് കേട്ടോ. ഓ ശരി ശരി ആന്റി. എന്തായാലും നമ്മുടെ ടൈം വളരെ ലിമിറ്റ് ആണ്. നമ്മുടെ കോളേജ് ഒക്കെ വെയിറ്റിംഗിലാണ്. ആന്റിയുടെ സാക്ഷ്യങ്ങൾ കേൾക്കണമെന്ന്